ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജ്യൂസ് നമ്മളിതുവരെ അങ്ങനെ ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ ജ്യൂസും കൂടിയാണ്. ഇത് ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും, മാത്രമല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ചിരങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ചിരങ്ങ, അഥവാ ഒരു കപ്പോളം വരും ഈ ഒരു ചിരങ്ങ നുറുക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ വരുന്ന രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വേവ് ഏറിയാശു ഓവറായാലൊന്നും പ്രശ്നമല്ല, കാരണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം നല്ല വേവായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ 2 വിസിലാണ് ഇത് വേവിച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയ ചൂടിലാണ് അവിടെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷമായാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് കൂളായി കിട്ടുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അടിച്ചെടുക്കുകയാണ് നല്ലത്. പക്ഷെ ഞാനിവിടെ ചെറിയ ചൂടിലാട്ടോ അടിച്ചെടുക്കുന്നത്. പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ തണുത്ത പാലൊക്കെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കത് ഐസ് ക്യൂബും ചേർക്കാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വിധത്തിൽ. ശേഷം നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 2-3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം കൊണ്ട് ഞാൻ 2-3 ഗ്ലാസ് വരെ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് തണുത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കുക. തണുപ്പ് പാലില്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്കിതിലേക്ക് 2-3 തുള്ളി പിസ്തൻ്റെ എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിനാണ് പറയണത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജ്യൂസ് എന്തായാലും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.